ഹേ ഗായ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ ഭൂതം പോലെ നിൽക്കുന്ന എന്നെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇന്നലെ പർപ്പിളിന്ന് ഒരു ഫേസ് പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്താണ്. സത്യം പറഞ്ഞാൽ ഗൈസ്, എനിക്കിത് ഇഷ്ടമായില്ല. കാരണം എനിക്കൊരു മാറ്റം എനിക്ക് തോന്നിയില്ല ഈ ഫേസ് പാക്ക് കൊണ്ട്. പക്ഷെ അവരുടെ അടുത്ത് ഗുഡ് ഭയങ്കര എക്സ്ട്രീം ലെവലൊക്കെ ആയിട്ടായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്കൊരു മാറ്റം തോന്നിയില്ല ഗൈസ്. അപ്പോൾ ഒരു ഷോക്ക് വേണ്ടി ഇട്ടതാണെന്ന് മാത്രം പറയാം. സോ അപ്പൊ ഞങ്ങൾ രാത്രി ബിരിയാണിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. സോ ബിരിയാണിയൊക്കെ കഴിച്ചു. നേരെ ഞങ്ങൾ എയർപോർട്ടിലോട്ട് വിട്ടു. ബാക്കി അതിന്റെ ഇടയിലുള്ള ക്ലിപ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് പെട്ടി ഒക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ആ, വീട്ടുകാരുമായിട്ട് പിരിഞ്ഞു വരുന്നതല്ലേ, അപ്പം എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുമല്ലോ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് നേരെ വിട്ടതാണ് എയർപോർട്ടിലോട്ട്. അപ്പം എയർപോർട്ടിൽ എനിക്ക് ഫ്ലൈറ്റ് വരുന്നത് മോർണിംഗ് 3:40ക്കാണ് എനിക്ക് ഫ്ലൈറ്റ് വരുന്നത്. അപ്പം ഞാനൊരു 11:30 ആകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നൈറ്റ്. സോ പിന്നെ നമ്മൾ ഇമിഗ്രേഷൻ ബോർഡിംഗ് പാസ് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവുമല്ലോ. സോ ഈ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് പോവുകയാണെന്നുള്ള ഒരു ഒരു എന്താ പറയുക, ഭയങ്കര ഇമോഷണൽ ഫീലിംഗ് നമുക്ക് ഇങ്ങനെ കടന്നു വരും. സോ എന്തായാലും എൻ്റെ ഗേറ്റ് വരുന്നത് 0:05-ലാണ്. 0:05-ലാണ് എൻ്റെ ഗേറ്റ് വന്നത്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവാണ്. സോ ഈ ക്ലിപ്സ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും എനിക്കിങ്ങനെ ഭയങ്കര ഇമോഷണൽ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അതായത് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോവുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് വരാമെന്ന് നമുക്കറിയില്ല. സോ അപ്പോൾ നമ്മളിങ്ങനെ പോവല്ലേ. സോ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഗേറ്റ് ഒക്കെ കഴിഞ്ഞു. നേരെ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. സോ ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ നേരത്തെ എത്തിയതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഒന്ന് ചുറ്റി കറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അപ്പം അടിപൊളി എയർപോർട്ടൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ കൊച്ചി എയർപോർട്ട്. ഞാൻ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട്, ഞാൻ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. പിന്നെ നേരെ ഫ്ലൈറ്റിലോട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ യാത്ര ചെയ്തിരുന്നത് ഫ്ലൈ ദുബായിലാണ്. അപ്പം ഈ രണ്ട് പേരും ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ത്രൂ ഔട്ട് ദാറ്റ് ഫ്ലൈറ്റ് ട്രാവലിംഗ് അവർ നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവരുടെ സർവീസ്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ വന്ന ഫുഡാണത്. ഫ്ലൈ ദുബായിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഫുഡും കൂടി കിട്ടുന്നുണ്ട്. സോ അങ്ങനെ കിട്ടിയതാണ്. ഞാൻ എക്സ്ട്രാ ഫുഡൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എടുത്ത ടിക്കറ്റിൻ്റെ കൂടെ തന്നെയുള്ള ഫുഡാണ്. സോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഫുഡ്. അവർ നമ്മൾ എക്സ്ട്രാ ഫുഡ് ആഡ് ചെയ്തില്ലെങ്കിലും അവർ നമുക്ക് കൊടുന്ന സർവീസ് ഫുഡ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഓംലെറ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഒരു പൊട്ടാറ്റോ ഉണ്ടായിരുന്നു. പിന്നെ സോസേജ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, യോഗേർട്ട് അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റായിട്ട് ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കം കഴിഞ്ഞ് നേരെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് ദുബായ് ആണ് കേട്ടോ. സോ അപ്പോൾ നമ്മൾ ദുബായിൽ എത്തി. നേരെ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. നേരെ പോയി ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. ബാത്റൂമിൽ കയറി. സോ അവിടെ പോയപ്പോൾ നല്ല അടിപൊളി ഒരു മിറർ ഉണ്ടായിരുന്നു. സോ അവിടെയുള്ള എൻ്റെ പട്ടി ഷോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ദുബായ് എയർപോർട്ടിലെ അതിമനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പറന്നുയരുന്നവരും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പറന്നിറങ്ങുന്നവരും. സോ അപ്പോൾ ഇതൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 4 മണിക്കൂറോളം ലേ ഓവർ ഉണ്ടായിരുന്നു. സോ അതുവരെ ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റിയിട്ടുള്ള
സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് കുറേ നേരം കണ്ടു. വെറുതെ ഇരിക്കല്ലേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ 4 മണിക്കൂർ. സോ അപ്പോഴൊക്കെ ഞാൻ എടുത്ത ചെറിയ ചെറിയ അടിപൊളി ക്ലിപ്സുകളായിരുന്നു കേട്ടോ ഇതൊക്കെ. പിന്നെ അത് കഴിഞ്ഞു, നമുക്ക് ഗേറ്റ് ഓപ്പൺ ആയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് ബസ്സിൽ കയറുന്നു. പിന്നെ നേരെ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് എത്തുന്നു. സോ അങ്ങനെ ദുബായിനോടും യാത്ര പറഞ്ഞിട്ട് അങ്ങനെ നേരെ ടിബ്ലിസിലോട്ടാണ് പോകുന്നത്. ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് സാധാരണ എടുക്കുന്ന സമയത്തല്ലായിരുന്നു അവിടുന്ന് എടുത്തിരുന്നത്. ഒരു മുക്കാൽ മണിക്കൂർ ഡിലേ ആയിട്ടായിരുന്നു ഫ്ലൈറ്റ് അവിടുന്ന് എടുത്തത്. പക്ഷെ അതുവരെ അവിടെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഒക്കെ എടുത്തു. പിന്നെ കഴിക്കാനുള്ള ഫുഡ് വന്നു. ഞാൻ ഫ്ലൈ ദുബായ്, കൊച്ചി ടു ദുബായ്, ദുബായ് ടു ടിബ്ലിസി ആയിരുന്നു. ഈ 2 യാത്രയിലും എനിക്ക് ഫുഡ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു എക്സ്ട്രാ ഫുഡും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അപ്പം എനിക്ക് ദുബായ് ടു ടിബ്ലിസി ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ബീഫ് കറിയും അതേപോലെ ഒരു റൈസ് കോംബോ ആയിരുന്നു. സോ അടിപൊളിയായിരുന്നു. പിന്നെ ഈ സംഭവം ഞാൻ റീൽസിലൊക്കെ കുറേ കണ്ടിട്ടുള്ള ഒരു സംഭവം കേട്ടോ. നമ്മൾ ഇങ്ങനെ സ്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഈ ബാക്കിലെ ഈ ഒരു ഷീറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്ന ഒരു സംഭവം. ഇത് ഞാൻ റീൽസിൽ കണ്ടായിരുന്നു. അപ്പോൾ വർക്കിംഗ് ആണോ നോക്കിയതായിരുന്നു. സോ സംഭവം വർക്കിംഗ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ കുറച്ച് രണ്ട് ഭാഗത്തും ഇങ്ങനെ ചെരിച്ചിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്ന അടിപൊളി സംഭവം. സോ അപ്പോൾ റീൽസ് കണ്ടതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, അടിപൊളിയായിട്ട് ഉറങ്ങി. പിന്നെ നേരെ ടിബിലിസിയിലെത്തി. ടിബിലിസിയിലെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി മറന്നുപോയി. ടിബിലിസിയിൽ നേരെ ലാൻഡ് ചെയ്തു. ഇത് എൻ്റെ റൂമിന്റെ ഏരിയ ആണ്. ഞാൻ റൂമിലോട്ട് വന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സർപ്രൈസിങ് മൊമെന്റ് ആയിരുന്നു. എൻ്റെ റൂംമേറ്റ് എനിക്ക് എന്നെ വെൽക്കം ചെയ്യാൻ പൂവൊക്കെ ആയിട്ട് വന്നിരിക്കുകയായിരുന്നു. സോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഞാൻ അവൾ അങ്ങനെ വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പിന്നെ നേരെ റൂമിലോട്ടുള്ള യാത്രയാണ് കാണുന്നത്. സോ ഞങ്ങൾ നാട്ടിൽ വെച്ചിട്ട് ഓൾറെഡി ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു തവണ ആയിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങൾ എന്താ പറയാ, ഭയങ്കര കോംബോ ഞങ്ങൾ ബിൽഡ് ചെയ്തു. ഓക്കെ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ഈ ടിബിലിസി വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്. സോ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.